സ്റ്റേജിൽ കാണിക്കുന്ന കാണാൻ പറ്റത്തില്ല കേട്ടോ. സുരേഷ് പെരുന്നാടാണെന്ന് തോന്നുന്നു വായിച്ച്. നമസ്കാരം. ഞങ്ങളുടെ ഫോണിന് ഇന്റർനെറ്റ് തകരാറാണ്. നെറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഞങ്ങളോടൊപ്പം. ഇപ്പോൾ ഒരു പാട്ട് പാടാൻ മതി. പഠിക്കാൻ ഒരു പാട്ട് പാടും. തമ്പുരു പാടും. തമ്പുരു കുളിർ ചൂടി തൊടുമ്പോൾ താമരതൻ തണ്ടുപോൽ കോമളമാം പാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി സഖി തമ്പുരു കുളിർ ചൂടിയോ കുളിരങ്കൊലി തൊടുമ്പോൾ. ഒരുപാട് സന്തോഷം. നമസ്കാരം ശ്രീ സുരേഷ് പെരുന്നാട്. നമസ്കാരം. അതുപോലെ റോജ ജസ്റ്റിൻ മാഡം, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇടയ്ക്ക് ആ ഒരു എന്താ പറയാ, നെറ്റ് പോയിട്ടും ആ പ്രോഗ്രാം വീക്ഷിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ KPSCയുടെ ഒരു നാടകഗാനം ഞാൻ പാടാം. നമ്മുടെ എല്ലാ നാടക കലാകാരന്മാർക്ക് വേണ്ടി ഞാനത് സമർപ്പിക്കുകയാണ്. ഒപ്പം നമ്മുടെ KPSCയുടെ ഗാനം പാടിയ സുലോചന അമ്മയ്ക്ക് ഞാൻ ഇത് ഡെലിക്കേറ്റ് ചെയ്യുന്നു. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ, അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ, തൊഴുകൈ കുടം നീട്ടി ആത്മാവിനെത്തിരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഇപ്റ്റ കൊല്ലം ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു ക്യാമറ തലത്തിരിച്ചിരിക്കുന്നത് ശരിയാണ്. അപ്പോൾ ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് സന്തോഷം. പോണാൽ അന്തകുമാർ സാർ, അഭിവാദ്യങ്ങൾ സാർ. അപ്പോൾ അദ്ദേഹം നമ്മുടെ പരിപാടി കാണുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ മറ്റൊരു ഗാനവും പാടാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും. കമന്റ്സ്, പാട്ടിൽ ഇഷ്ടമുള്ള പാട്ടുകൾ ആവശ്യപ്പെടാം. പാട്ടുകൾ പാടുന്നതായിരിക്കും. അതുപോലെ തന്നെ വലിയ നക്ഷത്രമേ, അതുപോലെ തന്നെ കമന്റ്സുകൾ ഇടാം. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ ആവശ്യപ്രകാരം ഞാൻ വെള്ളി നക്ഷത്രമേ എന്നുള്ള ആ ഗാനം ഞാൻ കഴിഞ്ഞ ദിവസം പാടിയിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി ഞാൻ പാടുകയാണ്. ഒരുപാട് സന്തോഷം ശ്രീ സുരേഷ് പെരുന്നാട്. നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്നു എന്നല്ല അറിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഒരുപാട് റോജ മാഡം, ഒരുപാട് സന്തോഷം.
സുരേഷ് പെരുന്നാട് നമസ്കാരം. ഒരു നാടകഗാനം, നാടകഗാനല്ലേ? അല്ല, സിനിമാ ഗാനം. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയെന്നേ മാമക ചിത്തത്തിലന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയെന്നേ മാമക ചിത്തത്തിലന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും. നമസ്കാരം. കണ്ണീർ കണികകൾ മാത്രം തിങ്ങുമിന്നെൻ്റെ യാചനാപാത്രം. കണ്ണീർ കണികകൾ മാത്രം തിങ്ങുമിന്നെൻ്റെ യാചനാപാത്രം. ഈ തുച്ഛ ജീവിതസ്മേരം മായാതത്രമേലിന്നീ നേരം. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയെന്നേ മാമക ചിത്തത്തിലന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. പാട്ട് കേട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ലൈക്ക് ചെയ്തു. റോജ ജസ്റ്റിൻ മാഡം ലൈക്ക് ചെയ്തിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ലിസി മറ്റൊരു ഗാനം ആലപിക്കും. നമ്മുടെ നീന അമ്മാത്ത്, അതായത് നമ്മുടെ ഇപ്റ്റ കൊല്ലം ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് നീന. നമസ്കാരം മാഡം. നമസ്കാരം ചേച്ചി, നമസ്കാരം. അപ്പോൾ നമുക്ക് ലിസി ഒരു പാട്ട് പാടും. ജയചന്ദ്രൻ സാറും നമ്മുടെ ജാനകമ്മയും കൂടി പാടി അനുസരമാക്കിയ റെസ്റ്റ് ഹൗസിലെ ഒരു ഗാനമാണ് ഞാനിപ്പോൾ ഇവിടെ പാടാൻ ശ്രമിക്കുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പാടിയിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പാടുകയാണ്. ഇതുകുലരതി ദേവനെവിടെ എവിടെ, ഇതുകുലരതി ദേവനെവിടെ, നീലപ്പീലി ചുരുൾമുടിയെവിടെ, നീലപ്പീലി ചുരുൾമുടിയെവിടെ, നിറകാട്ടളമേളമെവിടെ, ഇതുകുലരതി ദേവനെവിടെ ഇവിടെ, ഇതു വണിത്തളിർമെത്ത വിരിച്ചു ഞാൻ വിരിച്ചു, താരണി മധുമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ, താരണി മധുമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ.
ഒരുപാട് സന്തോഷം. നെറ്റ് വീണ്ടും വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരാധിക എന്നുള്ള പാട്ട്, ആരാധിക ആ പാട്ട് അറിയുമോ? എനിക്കറിയില്ല. ക്ഷമിക്കണം റോജ മാഡം. മേഡം ആ പാട്ട് എനിക്കും അറിയാൻ വഴിയില്ല. ആരാധിക്ക് അതെനിക്ക് തോന്നുന്നു. അപ്പോൾ വേറൊരു പാട്ട് പാടുകയാണ് കേട്ടോ. എന്തായാലും പാട്ട് ചോദിക്കാൻ മറക്കണ്ട. ഈ ഒരു പാട്ട് ചിലപ്പോൾ നമുക്ക് അതായത് ഇനി അടുത്ത പാട്ട് ചിലപ്പം അറിയാൻ പറ്റുന്നതായിരിക്കും. ചോദിച്ചോളൂ മേഡം. പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, സ്വർണ്ണ പിതാംബരമുലഞ്ഞു വീണു, കണ്ണന്റെ മന്മത ലീലാവിനോദങ്ങൾ സുന്ദരി വനറാണിയനുകരിച്ചു, സുന്ദരി വനറാണിയനുകരിച്ചു. ഒരുപാട് സന്തോഷം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂടെ ഓർമ്മിപ്പിക്കുന്ന വെച്ചാൽ പാട്ട് കേട്ട് ചിലപ്പോൾ ഈ പ്രോഗ്രാം കേട്ടെങ്കിരിക്കും, ചിലപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും, ഷെയർ ചെയ്യാനും മറന്നു പോകും. അതുകൊണ്ട് കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. ഒപ്പം ഈ ഒരു എന്താ പറയുക പ്രോത്സാഹനമാണ് മുന്നോട്ടുള്ളൊരു യാത്ര എന്നുള്ളതാണ് സംഗീത ജീവിതത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലെ ഈ ഒരു സുഹൃത്തുക്കളാണ് ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. മുരുകലാലന ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം മുരുകലാൽ അണ്ണ, ഒരുപാട് സന്തോഷമുണ്ട്. ജാനകി അമ്മയുടെ ആടിവാക്കാറ്റെ പാടിവാക്കാറ്റെ എന്നുള്ളൊരു ഗാനം ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഒരുപാട് ഞാൻ വീണ്ടും പറയുന്നു കാര്യം ഇതൊക്കെ നമ്മൾ പെട്ടെന്നുള്ള തീരുമാനമാണെങ്കിൽ പോലും നമ്മളിതൊക്കെ മുൻപ് പാടിയിട്ടുള്ള ഒരു ഓർമ്മയിൽ വെച്ചാണ് പാടുന്നത്. എന്തായാലും ഗാനത്തിലേക്ക് കടക്കുകയാണ്. ആടിവാക്കാറ്റെ പാടിവാക്കാറ്റെ ആയിരം പൂക്കൾ നുള്ളിവാ, ആടിവാക്കാറ്റെ പാടിവാക്കാറ്റെ ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാണം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാച്ചിരിമുറിവുകളിൽ തൂകും കൊളിരമൃതായി, ചിരിമുറിവുകളിൽ തൂകും കൊളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ ലാ, ആടിവാക്കാറ്റെ പാടിവാക്കാറ്റെ ആയിരം പൂക്കൾ നുള്ളിവാ, ലാലാ ലാലാ ലാലാ. അപ്പം നിഷ എസ് പറഞ്ഞിരിക്കുന്നത് ചിലമ്പ് എന്നുള്ള സിനിമയിലൊരു ഗാനം, അത് പുടമുറി കല്യാണം. കല്യാണമുണ്ട്. അതുപോലെ നമ്മുടെ റോജ മാഡം ചോദിച്ചേക്കുന്ന ആഷാഢമാസം, ആഷാഢമാസം ആത്മാവിൻ മോഹം, ഒന്ന് പറയുന്നത്. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗ മധുരമാം. അങ്ങനെ പാട്ട് വരികൾ അറിയില്ല, പറഞ്ഞതുകൊണ്ട് രണ്ടുപേരും പാടി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നിഷ ചോദിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ചിലമ്പ്, ചിലമ്പിലെ ഒരു ഗാനം. ചിലമ്പിലെ പുടമുറി കല്യാണം ദേവി നിൽക്കുന്നു മാംഗല്യം, ആതിരരാവിൽ താലിയുമായി പുടവയുമായി കൂട്ടുകൂടി കുമ്മിയടിക്കാൻ കൂടെ വരില്ലേ ദേവി, പുടമുറി കല്യാണം ദേവി. എന്തായാലും വരികളൊന്നും അറിയില്ലെങ്കിൽ രണ്ട് വരിയെങ്കിലും പാടിയെന്നുള്ള ഒരു മനസ്സിനൊരു സന്തോഷം. ഒരുപാട് സന്തോഷം നിഷ. ആടിവാക്കാറ്റ് വളരെയധികം നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിഷ വളരെ സന്തോഷം കേട്ടോ, നന്നായി ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും നമ്മളെ പാടാൻ പ്രേരിപ്പിക്കുന്നത്. ഒപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു മറ്റൊരു ഗാനം പഠിക്കും. അനുരാഗക്കളരിയിൽ അംഗത്തിനു വന്നവളെ
പുരികത്തിൻ ചുരിക തടുക്കാൻ പരിചയില്ല, നിന്റെ മലർവിഴിയാകും ശരം മടക്കാൻ മനസ്സുമില്ല, തെല്ലും മനസ്സുമില്ല. ഇനി അടുത്ത നമ്മുടെ പീലീലമ്മയുടെ അല്ലല്ല മാധുര്യമ്മയുടെ ഒരു ഗാനത്തിലേക്ക് കടക്കുകയാണ്. ഗുരുവാർ കേശവൻ എന്ന ആ സിനിമയിലെ ഇന്ന് എനിക്ക് പൊട്ടുകുത്താൻ സൂപ്പർ. എനിക്ക് ഒരുപാട് സന്തോഷം. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. ഒരുപാട് സന്തോഷം നിഷ. അതുപോലെ റോജ നമുക്ക് റോജ മാഡം നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. റോജ മാഡം നമ്മുടെ പാട്ട് കേട്ടു ഒരു പൂച്ചെണ്ട് തന്നെ നമുക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. സന്തോഷം റോജ മാഡം. റോജ മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോജ മാഡം ഇപ്പം ഓറഞ്ച് എന്നുള്ള സിനിമയിലൊക്കെ ഡബ് ചെയ്ത ഒരാളാണ്. അതുപോലെ പോണാൽ നന്ദകുമാർ സാർ നമസ്കാരം. അങ്ങയുടെ പ്രോത്സാഹനം കണ്ടു. ഒരുപാട് സന്തോഷം. സീതാലക്ഷ്മി ചേച്ചി, സീതാലക്ഷ്മി ചേച്ചി എൻ്റെ സീനിയറാണ്, എൻ്റെ തൊട്ട് അയൽവാസിയാണ്. ചേച്ചി ഒരുപാട് സന്തോഷം. കാരണം സീതാലക്ഷ്മി ചേച്ചി ഒരു വലിയ പാട്ടുകാരിയാണ്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാഠപുസ്തകമാണ്. കാരണം ഞാൻ ഈ കലാരംഗത്തോട്ട് വരുന്ന തന്നെ ഈ ചേച്ചി, അതുപോലെ മുരുകലാൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് സീതാലക്ഷ്മി. അപ്പോൾ അവരുടെ ആ ചേച്ചിയുടെയൊക്കെ പാട്ട് കേട്ടാണ് ഞാൻ വളർന്നു വരുന്നത്. ചേച്ചി ഒരു വലിയ പാട്ടുകാരിയാണ്. ഒരുപാട് സന്തോഷം. ആരഫി അമ്മാത്ത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമുക്ക് മറ്റൊരു പാട്ട് നോക്കാം. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, സീതാലക്ഷ്മി. അറിയാം, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. ഓക്കെ ചേച്ചി, രണ്ടുപേരെങ്കിലും പാടാം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഒരുപാട് സന്തോഷം ചേച്ചി പ്രോത്സാഹനത്തിന്. അതുപോലെ ആദിത്യ നാരായണൻ അമ്മാത്ത്, അത് നമ്മുടെ കൊല്ലം കൊല്ലം ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ മകനാണ് ആദിത്യ നാരായണൻ. ഹായ് ആദിത്യൻ, ഒരുപാട് സന്തോഷം ലൈക്ക് ചെയ്തതിലും പ്രോത്സാഹിപ്പിച്ചതിലും. അപ്പോൾ നമുക്ക് മറ്റൊരു ഗാനം ലിസി ഒരു പാട്ട് പാടൂ. അപ്പോൾ ഞാനൊരു ഗാനത്തിലേക്ക് കിടക്കുകയാണ്. ജാനകി അമ്മയുടെ ഒരു ഗാനത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ. గమ పని ని సా సా పని సరి ప మ గ గ మా ప ప మరి ని పని మారి ని ద గ గ మ మ ప పని ని పని సరి ఆ మైనాగం കടലിൽ നിന്നുയരുന്നു
ശിശിരങ്ങൾ തിരയുന്നു, ശിശിരങ്ങൾ തിരയുന്നു, ശിശിരങ്ങൾ തിരയുന്നു. ഒരുപാട് സന്തോഷം. ആരഫി അമ്മാത്ത് നമ്മുടെ പാട്ട് കേട്ട് പ്രോത്സാഹനം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ പോണാൽ നന്ദകുമാർ സാറ് നമ്മുടെ പാട്ട് കേട്ട് ലൈക്ക് ചെയ്തിരിക്കുന്നു. ഒരുപാട് സന്തോഷം സാർ. മറ്റൊരു ഗാനം ജയമോഹൻ. ഹായ്, നമസ്കാരം മാഡം. ഹായ് ഫൈൻ. ആ താഴമ്പൂ മണമുള്ള താഴമ്പൂ മണമുള്ള ഒരുപാട് സന്തോഷം. അതുപോലെ നമ്മുടെ ജയമോഹൻ സാർ നമസ്കാരം. അതുപോലെ ഒരു വിശേഷം കൂടി പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അടുത്തിടെ ഞങ്ങൾ ഒരു ആൽബത്തിൽ പാടുകയുണ്ടായി. ARK പ്രൊഡക്ഷൻ്റെ പ്രിയ എന്നും നിനക്കായി. ആ ആൽബം എല്ലാവരും യൂട്യൂബിൽ കയറി കാണണം. ARK ലാലെന്ന് യൂട്യൂബിൽ അടിച്ച് പ്രിയ എന്ന് നിനക്കായി അടിച്ചു കഴിഞ്ഞാൽ ആ പാട്ടിന് ലിങ്ക് കിട്ടും. ഗാനങ്ങൾ 8 ഗാനങ്ങളുണ്ട്. 8 ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്, ശ്രീ സുരേഷ് ലാൽ ചിറ്റയം. അപ്പോൾ എല്ലാവരും അത് കാണുക, കേൾക്കുക. ഒപ്പം അത് സംഗീതം ചെയ്തിരിക്കുന്നത് ശ്രീ സുരേഷ് പെരുന്നാടാണ്. 8 പുതുമുഖ ഗായകരാണ് പാടിയിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മളൊക്കെ സാധാരണക്കാരായ എളിയ കലാകാരന്മാരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ മൈനാകം വളരെ നന്നായി പാടി. സന്തോഷം, ഒരുപാട് സന്തോഷം മാഡം. സീതമ്മ മാഡം, ഒരുപാട് സന്തോഷം. സീതമ്മ മാഡം, ഒരുപാട് സന്തോഷം. അതുപോലെ ഇപ്പൊ 24 നമ്മുടെ അപ്പോൾ ലിസി ഒരു പാട്ട് പാടാം. ഞാൻ പ്രത്യേകം കരമൊക്കെ എടുക്കും. അപ്പോൾ ഒരു ഗാനം പാടാം. രൂപവതി സാങ്കേതിക തകരാറ് കൊണ്ട് അങ്ങോട്ട് മൊത്തം കറക്റ്റ് ആവുന്നില്ല. നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു. നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. നമസ്കാരം. അതുപോലെ പാടിക്കാം തീർച്ചയായും നമ്മുടെ ലിസിയുടെ ഹസ്ബൻഡിനെ കൊണ്ടൊരു പാട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് പാടിക്കും. നമ്മുടെ ലിസിയുടെ ഹസ്ബൻഡിനെ കൊണ്ട് തന്നെ ഒരു പാട്ട് നമ്മൾ ഇതിനകത്ത് ഈ ലൈവിൽ തന്നെ പാടിക്കും. എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ലൊരു ഗാനരചയിതാവാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയൊരു പാട്ട് ഞാനിവിടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും, ഇപ്പം നമ്മൾ ഇടയ്ക്ക് കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി ആയിരുന്നു അതിൻ്റെ റിലീസിങ്. യൂട്യൂബിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ARK ലാൽ പ്രിയ എന്ന് നിനക്കായി നടിച്ച് നോക്കിയാൽ അതിനകത്തുള്ള എല്ലാ പാട്ടുകളും കാണാം. അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്, വലിയ ഗായകനല്ല. അതുപോലെ തന്നെ അപ്പോൾ നമസ്കാരം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എഴുതിയ ഒരു ആൽബത്തിലെ ഗാനം ഞാൻ പാടാം. ഓക്കെ. പാതിരാ നേരത്ത് മഞ്ഞുമഴ പെയ്ത നേരം കുളിർക്കാറ്റു വീശി എന്നെ പുതച്ചതെന്തേ. പാതിരാ നേരത്ത് മഞ്ഞുമഴ പെയ്ത നേരം വീശി എന്നെ പുതച്ചതെന്തേ. മരക്കൊമ്പിൻ കൂട്ടിലിരുന്ന് കുയിൽനാദേ പങ്കായം കൊണ്ട് തുഴയെറിഞ്ഞവനീ കൊതുമ്പ് വെള്ളം. നെറ്റ് പ്രോബ്ലം സുരേഷ്, നെറ്റ് പ്രോബ്ലം ഉണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ, നമ്മുടെ ലൈവിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ
ഇപ്പം അടുത്തിടെ എനിക്ക് നമ്മുടെ തന്നെ പ്രോജക്റ്റ് ആണെങ്കിൽ പോലും സുരേഷിൻ്റെ സംഗീതത്തിൽ പാടാൻ പറ്റി. ഒപ്പം എൻ്റെ ഭർത്താവിൻ്റെ വരികളാണ്, ആ വരികളിൽ എനിക്കൊരു പാട്ട് പാടാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ആൽബത്തിലെ 3ാമത്തെ ഗാനവും കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പാടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം വായിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ സുരേഷ് പെരുന്നാട് കൊല്ലം, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ പ്രതാപൻ സാറ്, ഒരുപാട് സന്തോഷം സാറേ. ശ്രീ സുരേഷ് പെരുന്നാട്, അദ്ദേഹം ഒരു സംഗീത സംവിധായകനാണ്, പിന്നെ ഒരു ഗായകനാണ്. അദ്ദേഹവും ഞാനുമായിട്ട് ഒരുപാട് പ്രോഗ്രാംസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റ് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, എൻ്റെ ഒരു ചിത്രമായ ഒരു ചെറിയ ഷോർട്ട് ഫിലിം, അതിൽ അദ്ദേഹം ഒരു പാട്ട് മനോഹരമായിട്ട് സംഗീതം നൽകി തന്നു. അത് വളരെയധികം സന്തോഷമുണ്ടാക്കി. അപ്പോൾ അദ്ദേഹം ഈ പരിപാടി കാണുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ലിസി വീണ്ടും ഒരു ഗാനം ആലപിക്കുന്നു. നെറ്റ് എല്ലാവർക്കും പ്രോബ്ലമാണ്. അപ്പോൾ ഇപ്പോൾ അടുത്തിടെ പാടിയ ഒരു ആൽബം അതെൻ്റെ ഭർത്താവിൻ്റെ വരികളാണ്. ഒപ്പം നമ്മുടെ ഈ ശ്രീ സുരേഷ് പെരുന്നാടിൻ്റെ സംഗീതവുമാണ്. അപ്പോൾ അദ്ദേഹം പ്രോഗ്രാം വാച്ച് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷം. സുരേഷ് പെരുന്നാട് അദ്ദേഹം തന്നെ ഇപ്പോൾ ലൈവിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ സംഗീതം നൽകിയ ഒരു ഗാനം തന്നെ ഇപ്പോൾ ആലപിക്കുന്നതാണ്. ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ട ശ്രീ സുരേഷ് ചിറ്റയുമാണ്. അദ്ദേഹം വരും. ഓക്കെ, ഒരുപാട് സന്തോഷം. ശലഭമേ സ്നേഹ ശലഭമേ നീന്നരികിൽ തേന്നുകരാൻ വന്ന നേരം ഞാനൊരു പൂവായിരുന്നില്ല പൊന്നേ, ഞാനൊരു മൊട്ടായിരുന്ന നേരം ശലഭമേ സ്നേഹ ശലഭമേ. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം വിഷയ സീതാലക്ഷ്മി മാഡം, ഒരുപാട് സന്തോഷം. അതെ, നമ്മുടെ യൂട്യൂബിനകത്ത് ARK ലാൽ പ്രിയ എന്നതിനൊക്കെ സെർച്ച് ചെയ്ത ഈ ഗാനങ്ങളെല്ലാം കേൾക്കാം. ഒരുപാട് സന്തോഷം. ഞാൻ ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടി. കുഴപ്പമില്ല സാർ, നമ്മളിപ്പം നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് പ്രോഗ്രാം. ശ്രീകുമാർ സാർ നമസ്കാരം. ആഷാഢമാസനിശീധിനി തൻ വനസീമയിലൂടെ ആരും കാണാതെ ആരും കേൾക്കാതെ എന്നിലേക്കോടി വന്നു, എൻ മൺകുടിൽ തേടി വന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണ തുളസി കതിരുമായി ഞാൻ നിന്നെ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ തേടി ഞാൻ അലഞ്ഞു, പാടി ഞാൻ നടന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പാടി ഉള്ളവര് പാടി കൊടുക്കുക.
നമസ്കാരം. നമ്മുടെ സുരേഷ് പെരുന്നാട് ആവശ്യപ്പെട്ടിരിക്കുന്നു, തേടി തേടി ഞാൻ അലഞ്ഞു. എനിക്കതിൻ്റെ വരികൾ അറിയില്ല, എങ്കിൽ വരികൾ ഞാനൊന്ന് പാടാൻ ശ്രമിക്കാം. ഒന്നോ രണ്ടോ. തേടി തേടി ഞാനലഞ്ഞു, പാടി പാടി ഞാൻ നടന്നു, ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂവുകളാൽ സീതാലക്ഷ്മി മാഡം പാടാമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് പാടാൻ പറ്റുന്നില്ല, ഒരു സന്തോഷം തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ 1-2 ഗാനങ്ങൾ കൂടെ പാടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും നേരം ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ തരികയും വളരെയധികം നല്ല പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇപ്റ്റ കൊല്ലം ജില്ലാ സിറ്റി കമ്മിറ്റി ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഇപ്റ്റ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീ മുരുകലാൽ അവർക്കും ഉള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാ സംഘാടകർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ മുരുകൻ ചേട്ടന് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം ഈ ഒരു വലിയ സംഘടനയിൽ നമ്മളെ എന്നെപ്പോലെയുള്ള ഒരു എളിയ കലാകാരിയും കൂടി ഉൾപ്പെടുത്തി എന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം നമ്മളൊന്നും വലിയ ഗായകരൊന്നുമല്ല, എങ്കിൽ പോലും നമുക്ക് ഈ ഒരു വേദിയിൽ പാടാൻ അവസരം തന്ന ഇപ്റ്റയിലെ എല്ലാ ഭാരവാഹികൾക്കും വിശിഷ്യ നമ്മുടെ മുരുകൻ ചേട്ടന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ എന്നെയും കുട്ടിയ ശ്രീ രാജേഷ് അമ്പാടിക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഒരു ചിത്രചേച്ചിയുടെ കർണകി എന്ന സിനിമയിലെ ഒരു ഗാനം. ഓക്കെ, ഒരുപാട് സന്തോഷം. നന്ദി. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. രമേശൻ നായർ സാർ, ഒരുപാട് സന്തോഷം. കുവൈറ്റ് മലയാളികൾക്ക് വേണ്ടി ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ 2-3 ഗാനം കൂടി പാടിയിട്ട് നെറ്റിന്റെ പ്രോബ്ലം ഇനി പോകുന്നതിന് മുമ്പ് പാടി നിർത്താൻ പോവുകയാണ്. തൽക്കാലികമായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് 1-2 ഗാനങ്ങളോടുകൂടി. കരുനീല കണ്ണഴകി കർണകി കാവേരിക്കരയിലെത്തി, ഓ കണ്ടെങ്കിലെന്നോ കൊതിച്ചോ കണ്ണേ കനകച്ചിലമ്പോ ചിലങ്ങി, രാജരഥങ്ങൾ പൂർവണം പോകും മാമധുരാപുരി നീളത്തിരഞ്ഞും ചന്തമിൽ കോമളനീ പാവം കരുനീല കണ്ണഴകി കർണകി കാവേരിക്കരയിലെത്തി, ഓ കണ്ടെങ്കിലെന്നോ കൊതിച്ചോ കണ്ണീ കനകച്ചിലമ്പോ ചിലുങ്ങി, ആഡംബരങ്ങളിൽ അന്തപ്പുരങ്ങളിൽ അവളുടെ തീങ്ങൾ കേൾക്കാതെ മയങ്ങി തമിഴകം തളർന്നുറങ്ങി, തെരുവിൽ കേട്ടൊരു പാഴ്കഥയായി രക്തത്തിൽ മുങ്ങിയ രാജവീതിയായി ചിലപ്പതികാരത്തിൻ കരത്തുടികൾ, കരുനീല കണ്ണഴകി കർണകി കാവേരിക്കരയിലെത്തി, ഓ കണ്ടെങ്കിലെന്നോ കൊതിച്ചോ കണ്ണേ കനകച്ചിലമ്പോ ചിലങ്ങി. ഒരുപാട് സന്തോഷം. ഒരുപാട് ഗാനങ്ങൾ പാടണമെന്നുണ്ട്, പക്ഷെ നെറ്റിന്റെ പ്രോബ്ലം നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു 2 പാട്ടുകൂടെ പാടി. കെ ശ്രീകുമാർ സാർ, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്റ്റ കരുനാഗപ്പള്ളി യൂണിറ്റിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. അതിലെ ഇപ്റ്റ കരുനാഗപ്പള്ളി യൂണിറ്റിലെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ സ്നേഹം.
സീതാലക്ഷ്മി ചേച്ചി പറയുന്നു നെറ്റ് പ്രോബ്ലം എല്ലായിടങ്ങളിലും ഉണ്ട്, വിഷമിക്കേണ്ട. സത്യമാണ്. കാരണം ഒരുപാട് കടമ്പകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. കാരണം എത്ര എന്നാലും തവണ പാട്ടുകളൊക്കെയും നന്നായി. ഒരുപാട് സന്തോഷം മാഡം, ഒരുപാട് സന്തോഷം. മാഡം ഒരു ഗായിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. പൂവിട്ട മോഹം മോഹം വിതുമ്പും നേരം പാടും വീണയും ഒരു സാന്ദ്ര നൊമ്പരഗാനം. ഒരു ഗാനം കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. ശരി. മിന്നാമിനുങ്ങി എന്നുള്ള ഒരു ഗാനം മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് മിന്നാമിനുങ്ങി എന്നുള്ള പാട്ടിൻ്റെ ആ ഒരു കലാഭവൻ മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ. കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങി. ഒരുപാട് സന്തോഷം എല്ലാവർക്കും. ഇത്രയും നേരം നമ്മുടെ ഈ പ്രോഗ്രാം ഞങ്ങളുടെ ഈ പാട്ടുകളൊക്കെ കേട്ട് ഞങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനങ്ങൾ നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒപ്പം ഇപ്റ്റയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം.